എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ്. ക്യാപ്സിക്കം തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഈ തോരൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 വലിയ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതിനുള്ളിൽ ആ വൈറ്റ് പോർഷൻ എല്ലാം ഒന്ന് മാറ്റണം. അതിനുശേഷം ഇത് വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തോരന് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് ആവശ്യമുണ്ട്. പിന്നെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകുമാണ്. ഈ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും സവാളയുമാണ്. വലിയ സവാളയാണെങ്കിൽ പകുതി ചേർത്താൽ മതിയാകും. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ടാണ് ക്യാപ്സിക്കം കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനധികം വേവൊന്നുമില്ല. അതുപോലെ ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് നിറയെ തേങ്ങ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് സെൻറ്ററിലേക്കൊന്ന് ആക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ ഇതൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഈ ക്യാപ്സിക്കത്തിൽ നല്ല ജലാംശം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിനി തുറന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്